പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. എന്നാൽ ഈ ശരീരത്തെക്കുറിച്ചുള്ള വികലമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ഇന്നത്തെ ലോകം നമുക്ക് നൽകുന്നത്. വളരെ ഒരു ഉപഭോഗ സംസ്കാരത്തിൻ്റെ പുറകെയാണ് നമ്മുടെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. സെക്സിനൊക്കെ അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത് ശരീരത്തെയും അതുപോലെ തന്നെ ലൈംഗികതയെയും കുറിച്ചുള്ള വികലമായ കാഴ്ചപ്പാടുകളാണെന്ന് മീഡിയാസും ചിലപ്പോൾ മുതിർന്നവരിലൊക്കെ ഇന്നത്തെ ഇളം തലമുറകൾക്ക്, യുവജനങ്ങൾക്കൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല തെറ്റുകളിലും അവർ ചെന്ന് ചാടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അവർ വളരെ അധികം അസ്വസ്ഥരാണ് നമ്മുടെ കുഞ്ഞുങ്ങളും യുവജനങ്ങളൊക്കെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവർക്ക് ശരിയായിട്ടുള്ള ഒരു അറിവ് നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ മാതാപിതാക്കളുടെയും അതുപോലെ തന്നെ മതാധ്യാപകരുടെയും വചനം പങ്കുവെക്കുന്നവരുടെയും സുവിശേഷ പ്രഘോഷകരുടെയും സിസ്റ്റേഴ്സിൻ്റെയും അച്ഛന്മാരുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. അവർക്ക് ഒരു വ്യക്തമായിട്ടുള്ള ശരീരത്തെക്കുറിച്ച്, അവരുടെ ഒരു സെക്സിനെ കുറിച്ചൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നൽകുക എന്നുള്ളത്. അതിന് സഹായകമാകുന്ന ഒരു ധ്യാനം നമ്മളിവിടെ ഈ ആലയത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. തിയോളജി ഓഫ് ദ ബോഡി, ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം എന്നുള്ള ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പഠനത്തെ ആസ്പദമാക്കി ദൈവവചനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വളർച്ചാ ധ്യാനമാണ് നമ്മൾ സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 2 വരെ സീനായ് ധ്യാനകേന്ദ്രത്തിൽ നമ്മൾ ഒരുക്കുന്നത്. പ്രധാനമായിട്ടും ഇതിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ: ഞാൻ ആരാണ്? ദൈവം ആരാണ്? എന്തിന് ദൈവത്തിൽ വിശ്വസിക്കണം? ദൈവം എന്തിന് എന്നെ ആണായി പെണ്ണായി സൃഷ്ടിച്ചു? അതുപോലെ തന്നെ എന്താണ് സെക്സ്? എന്താണ് ജെൻഡർ ഐഡൻറ്റിറ്റി ക്രൈസിസ്? എന്താണ് വിവാഹം? ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൽ ഞാൻ വിശ്വസിക്കേണ്ട ആവശ്യകത എന്താണ്? ഇങ്ങനെ നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന നല്ലൊരു വളർച്ചാ ധ്യാനമാണ് ഇത് നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. ഈ ധ്യാനം നയിക്കുന്നത് TOB ഓഫ് ലൈഫ് എന്നതിൻ്റെ സ്ഥാപകനും പ്രസിഡൻറ്റും അതുപോലെ തന്നെ അന്താരാഷ്ട്ര പ്രാസംഗികനുമായിട്ടുള്ള ബഹുമാനപ്പെട്ട ബാബു ജോൺ സാറാണ് ഈ ധ്യാനം നയിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങളെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് സീനായ് ധ്യാനകേന്ദ്രത്തിൻ്റെ ഓഫീസുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടണം എന്നുള്ള കാര്യം കൂടിയും ഓർമ്മിപ്പിക്കുന്നു.